അഖിൽ മാരാർ എന്ന ബിഗ് ബോസ് സീസൺ 5 വിന്നർ തന്റെ ഒരു അഭിപ്രായം പങ്കുവച്ചതിനെതിരെയുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് നാദിറ മെഹ്റൂൺ ഇവിടെ ചെയ്യുന്നത്. അഖിൽ മാരാർ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് തന്നെ വയനാട് ദുരന്തത്തിലേക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിരിക്കുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നയിക്കുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ സംഭാവനകളൊന്നും ചെയ്യില്ല, പകരം 3-4 വീടുകൾ മാരാരുടെ നേതൃത്വത്തിൽ വച്ചു നൽകുമെന്നും. നാദിറ പറയുന്നത്, വീട് വെച്ച് നൽകാമെന്ന് അറിഞ്ഞതിലും കേട്ടതിലും വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വിശ്വാസ്യതയില്ല എങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള കണക്കുകളും കാര്യങ്ങളും വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ നിന്നും കാര്യങ്ങളും ഡീറ്റെയിൽസും ശേഖരിച്ച് തന്റെ അവിശ്വാസത്തെ മാറ്റാം എന്നാണ് നാദിറ പറയുന്നത്. അങ്ങനെ വെബ്സൈറ്റിൽ നിന്നും കിട്ടിയ രേഖകൾ എടുത്തു വെച്ച് അഖിൽ മാരാർ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനകത്തും അദ്ദേഹം വളരെയധികം സംശയാസ്പദമായി കുറെ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രം ആരോപണമാണ്, അദ്ദേഹത്തിന്റെ സംശയങ്ങളാണ്. ഇനി അതുകൂടാതെ നാദിറ പറയുന്ന മറ്റൊരു കാര്യം, ഇനി ഇതിലൊന്നും വിശ്വാസ്യത ഇല്ല എങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പോയി പരാതി പറയുന്നത് സോഷ്യൽ മീഡിയയിലല്ല, പകരം ലോകായുക്തയിലോ അല്ലെങ്കിൽ അതുമായി സംബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനകളിലോ ആണ് പോയി പരാതി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവിശ്വാസ്യത അറിയിക്കേണ്ടത് എന്നാണ്. കാര്യത്തിനെതിരെയുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ഏതെങ്കിലും സംഘടനയിൽ പോയി പറയണം എന്നുള്ളതിനോട് വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാദിറ മെഹ്റൂൺ ഇടുന്ന വീഡിയോയുടെ താഴെ നാദിറയ്ക്ക് ഇഷ്ടമാകാത്ത രീതിയിൽ ഒരു കമന്റ് വന്നാൽ ആ കമന്റ് ഇട്ട ആളുടെ വീട്ടിൽ പോയിട്ടാണോ നാദിറ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ തന്റെ എതിർപ്പുകൾ അല്ലെങ്കിൽ റിപ്ലൈകൾ പറയും, അല്ലെ? അതുപോലെ തന്നെ അഖിൽ മാരാർ ഇവിടെ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സഹപ്രവർത്തകരിൽ നിന്നോ നേരിട്ടോ അല്ല ഈ വിവരങ്ങളൊന്നും അഖിൽ മാരാർക്ക് കിട്ടിയത്, സോഷ്യൽ മീഡിയ വഴിയും വെബ്സൈറ്റുകൾ വഴിയും തന്നെയാണ്. അപ്പോൾ ആ വിവരങ്ങൾക്കെതിരെയുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതും സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയല്ലേ, അല്ലാതെ നേരിട്ട് ലോകായുക്തയിൽ പോയി മാത്രമേ പ്രകടിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നതിനോട് വ്യക്തിപരമായി യോജിക്കാൻ പറ്റുകയില്ല. കൂടാതെ നാദിറ പറയുന്ന മറ്റൊരു കാര്യം, ഇനി ഈ ഒരു ദുരിതാശ്വാസ നിധിയോടോ അല്ലെങ്കിൽ CMDRFിനോടോ ഒക്കെ വ്യക്തിപരമായ എതിർപ്പുകൾ ഉണ്ട് എങ്കിൽ ആ എതിർപ്പുകൾ ഇങ്ങനെ പ്രകടമാക്കേണ്ടിയിരുന്നില്ല. ഇതുവരെ എങ്ങനെയാണോ ആ എതിർപ്പുകൾ വെച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാമായിരുന്നു എന്നാണ്. അതേ കാര്യം ഇവിടെ നാദിറയ്ക്കും ആപ്ലിക്കബിൾ അല്ലേ? കാരണം നാദിറയ്ക്ക് അഖിൽ മാരാരോടോ അല്ലെങ്കിൽ അഖിൽ മാരാർ ഉന്നയിച്ച പ്രശ്നത്തോടോ ആരോപണത്തോടോ വിയോജിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നാദിറയ്ക്ക് ആ വിയോജിപ്പ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാമായിരുന്നല്ലോ, പ്രതികരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നാദിറ ഇവിടെ ചെയ്തത് എന്താണ്? നാദിറയ്ക്ക് അദ്ദേഹത്തോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളോടോ ഉള്ള വിയോജിപ്പ് വളരെ കറക്റ്റ് ആയി നാദിറ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു. അതുപോലെ തന്നെ അതേ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ് അഖിൽ മാരാർ. നാദിറ അഖിൽ മാരാരോടുള്ള തന്റെ വിയോജിപ്പ് സോഷ്യൽ മീഡിയയുടെ പങ്കുവെക്കുന്നത് പോലെ തന്നെ അഖിൽ മാരാർക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയോടോ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു ദുരിതാശ്വാസ നിധിയിലേക്കുള്ള വിയോജിപ്പോ സോഷ്യൽ മീഡിയയുടെ പങ്കുവെക്കാം, അല്ലെ? സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാണ്. നാദിറ ഏത് സ്വാതന്ത്ര്യമാണോ ഉപയോഗിക്കുന്നത് ആ സ്വാതന്ത്ര്യം മറ്റൊരാൾക്കുമുണ്ട്. അത് അഖിൽ മാരാർ ആയാലും ഞാനായാലും മറ്റേതൊരു വ്യക്തി ആയാലും. മറ്റൊരാളെ ഉപദ്രവിക്കാതെ തന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നാദിറ എന്തൊക്കെ ചെയ്യുന്നോ അത് ചെയ്യാനുള്ള അവകാശം മറ്റൊരാൾക്ക് പൂർണ്ണമായി ഉണ്ട് എന്ന് എപ്പോഴും ബോധ്യമാക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല മുത്ത. ഞാൻ നീ ആ സ്പിരിറ്റിലെടുക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ, കേസിന് പോകാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല മുത്ത. ഞാൻ ഓട്ടോ ഓടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഡെയിലി ഒരു 800-900 രൂപ ഇട്ടിട്ട് ജയിലോട്ട് ജീവിക്കുകയാണ്. ഒരു ഉമ്മയും പെങ്ങളും എന്നുള്ള ഒരു ജീവിതമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കേസും കൂട്ടത്തിനും നമ്മളെ കൊണ്ട് പറ്റില്ല മുത്ത. ഞാൻ സ്പിരിറ്റിലെടുക്കുമെന്ന് വിചാരിച്ചു. ഞാൻ ഇത്രയും കയറി എന്താ പറയല്, നിങ്ങൾ കയറി വലിയ സംഭവമൊക്കെ വിചാരിച്ചില്ല. എല്ലാവരും കമന്റ് ഇടുന്നൊക്കെ കിട്ടതാണ് സംഭവം. ക്ഷമിക്ക്, ഒരു തവണ ഒരു എന്താ പറയല് പറ്റുമെന്ന് വിചാരിക്കും, ക്ഷമിക്ക്. ഇനി കമന്റ് ഇടായിരുന്നാൽ പോരെ. ഓക്കെ, കേസിന് പോകാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല മുത്തേ. ആകെ 800-900 രൂപയ്ക്ക് ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ കഷ്ടപ്പെട്ട്. നാദിറയ്ക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് നാദിറ സ്റ്റോറിയിലൂടെ പങ്കുവയ്ക്കുന്നത്. നാദിറയുടെ കമന്റ് ബോക്സിൽ കുറെ അധികം നെഗറ്റീവ് കമന്റുകൾ വരുന്നത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. അവർ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ഒന്നടങ്കം ആക്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഏതൊരാൾക്കും മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അയാളുടെ മാനസിക അവസ്ഥയെയോ ബാധിക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെയുള്ള നാദിറയുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നാദിറ ബിഗ് ബോസിൽ പോയതിനു മുമ്പും അല്ലെങ്കിൽ പോയതിനു ശേഷവും ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
അങ്ങനെ വളരെയധികം മോശമായി കമന്റ് ഇട്ട ഒരാളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് കാണിച്ചു തരികയാണ് നാദിറ ഇവിടെ ചെയ്യുന്നത്. ഏതാണ് ആ കമന്റ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മോശപ്പെട്ട കമന്റ് ആണ് അയാൾ ഇട്ടത് എന്ന് നാദിറ വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും വളരെയധികം ഓർത്തിരുന്ന് സൈബർ സെല്ലിനോ സൈബർ സെക്യൂരിറ്റിക്കോ ഒരു കേസ് കൊടുക്കേണ്ട രീതിയിൽ നാദിറയെ അതുകൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ മോശപ്പെട്ട രീതിയിലുള്ള കമന്റ് ആയിരിക്കും അത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ആ കമന്റ് ഇട്ടപ്പോഴൊന്നും ചിന്തിക്കാതെ അതിനുശേഷം നാദിറ ഒരു കേസ് കൊടുത്തപ്പോൾ പെട്ടെന്ന് മാനസാന്തരം വന്ന ഒരു വ്യക്തിയെ കുറിച്ച് തന്നെയാണ് ഇവിടെ നാദിറ പങ്കുവച്ചിരിക്കുന്നത്. പ്രസ്തുത വ്യക്തി വളരെ മോശമായ ഒരു കമന്റ് പാസ്സാക്കുകയും ആ കമന്റിനെതിരെ കേസ് കൊടുത്തതിന് ശേഷം മാനസാന്തരപ്പെട്ട് എനിക്ക് മാപ്പ് നൽകണം, നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ചൊന്നും എനിക്ക് വളരെ വ്യക്തമായി അറിയുന്നില്ല, മുത്തുമണി നീ അത് വളരെ കാര്യമായിട്ട് എടുക്കുമെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല, അതെല്ലാം തമാശയായിട്ട് കണക്കാക്കുകയുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്, അതുകൊണ്ട് അറിയാതെ പറ്റിപ്പോയതാണ്, നമുക്ക് നേരിട്ട് സംസാരിക്കാം, സംസാരിച്ച് തീർക്കാം എന്നെല്ലാമാണ് അദ്ദേഹം ഇവിടെ അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ നമ്പർ പോലും നാദിറയ്ക്ക് അയച്ചു കൊടുത്തിട്ട് വിളിക്ക്, നമുക്ക് സംസാരിക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെട്ട് മറ്റൊരാളുടെ കാല് പിടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്നത്? ഈ നാട്ടിലെ നിയമങ്ങളോ അല്ലെങ്കിൽ സമൂഹം ഇത്രയും മുമ്പോട്ട് പോയ കാര്യമൊന്നും ഇവരാരും അറിയുന്നില്ലേ? ഇവർക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ? പലവിധ വിയോജിപ്പുകൾ നമുക്ക് പലരോടും ഉണ്ടാകാം. അവർ സോഷ്യൽ മീഡിയയിലേക്ക് പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോനെ തീർച്ചയായും സോഷ്യൽ മീഡിയ കാണുന്ന നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അതൊന്നും ഒരാളെ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ അയാളുടെ മാനസിക അവസ്ഥയെയോ മെന്റൽ സ്റ്റേറ്റിനെയോ മോശമായി ബാധിക്കുന്ന രീതിയിലാവരുത്. നല്ല വാക്കുകൾ ഉപയോഗിച്ച് സഭ്യമായ രീതിയിലും ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാം. നല്ല അഭിപ്രായങ്ങളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുത്താൻ ആവശ്യമായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നാദിറയെ പോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ആൾക്കാരും അത് സ്വീകരിക്കും, അത് കൺസിഡർ ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം, അല്ലെ? പകരം ഇയാൾ ചെയ്തതുപോലെ നാദിറയെ വളരെയധികം മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കമന്റ് പടച്ചു വിട്ടിട്ട് നിയമത്തെ ഉപയോഗിച്ച് നാദിറ അതിനെ നേരിടാൻ ശ്രമിക്കുമ്പോൾ പിന്നീട് നാദിറയുടെ മാപ്പപേക്ഷയോ അല്ലെങ്കിൽ കാലു പിടിക്കുന്നതിനോടോ നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണെന്നുള്ള ന്യായീകരണങ്ങളോ ഒന്നും വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാദിറയോട് വ്യക്തിപരമായ രീതിയിൽ പലർക്കും പലവിധ വിയോജിപ്പുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നാദിറ ഇടുന്ന എല്ലാത്തിനോടും യോജിക്കണമെന്ന് നമുക്ക് അഭിപ്രായപ്പെടാൻ പറ്റില്ല. പക്ഷെ നാദിറയെ പോലെ അല്ലെങ്കിൽ മറ്റാരെ പോലെ ഉള്ള ആൾക്കാരെയും നമ്മൾ സഭ്യമായ രീതിയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാർ മോശമല്ലാത്ത രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്താൽ എല്ലാവർക്കും അത് ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു അതിർവരമ്പുകൾ ഭേദിക്കാതെ ഒരാളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അന്യായത്തെ ചൂണ്ടിക്കാട്ടാനോ ശ്രമിച്ചാൽ ആർക്കും അത് വേദന ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല. പകരം ഇയാൾ ചെയ്തതുപോലെ മോശപ്പെട്ട രീതിയിൽ കമന്റുകൾ ഇടുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ? അഖിൽ മാരാരുടെ ആരോപണത്തോടോ അല്ലെങ്കിൽ പ്രസ്താവനകളോടോ നാദിറയ്ക്കുള്ള വിയോജിപ്പ് നാദിറ പങ്കുവച്ചത് വളരെ മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ സഭ്യമായ രീതിയിൽ തന്നെയാണ്. അങ്ങനെയും ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാം, അങ്ങനെയും തന്റെ വിയോജിപ്പ് ഒരാളിലേക്ക് നമുക്ക് എത്തിക്കാം. അങ്ങനെ എത്തിക്കുമ്പോൾ അഖിൽ മാരാർക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. പകരം ഈ പ്രസ്തുത വ്യക്തി ചെയ്തതുപോലെ നാദിറയുടെ കമന്റ് ബോക്സിൽ പോയി മോശമായി കമന്റ് ഇടുമ്പോഴാണ് നാദിറയെ പോലെ തന്നെ എല്ലാവരും പ്രതികരിച്ചു പോകുന്നത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, നാദിറ ഇവിടെ ക്ഷമിക്കണമെന്നോ അയാൾക്ക് ഒരവസരം കൂടെ കൊടുക്കണമെന്നോ നമുക്ക് വ്യക്തിപരമായി പറയാൻ പറ്റില്ല. കാരണം അത്രയധികം മോശം കമന്റുകളാണ് ഫേക്ക് അടി വഴിയോ അല്ലെങ്കിൽ മുഖമില്ലാത്ത കുറെ ആളുകൾ വഴിയോ ഒക്കെ നാദിറിനെ പോലെയുള്ള കുറെ ആൾക്കാരുടെ കമന്റ് സെക്ഷനിൽ വന്ന് വിളയാടുന്നത്, അല്ലെ? ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാകണം, അല്ലെങ്കിൽ എല്ലാം ഒരു തീരുമാനമാക്കണം എന്ന് തീരുമാനിക്കുന്ന നാദിറയെ പോലെയുള്ള ആൾക്കാർ പിന്നെയും മുമ്പോട്ട് വരട്ടെ, അതെല്ലാം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവട്ടെ എന്നാണ് എന്റെയും വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പങ്കുവച്ചത് എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. താങ്ക് യു.